ഫസർ നദാൻ. ഫസർ നദാൻ എന്ന് പറഞ്ഞാൽ വിതറി കൊടുക്കുക. 112 സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. വിതറി കൊടുക്കുക എന്നുള്ളതിൻ്റെ ഹിബ്രായ പദമാണ് ഫസർ നദാൻ എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് ഇത് കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആര് വിതയ്ക്കുന്നോ അവൻ കൊയ്യുവാൻ തുടങ്ങും, അവൻ വർദ്ധിക്കുവാൻ തുടങ്ങും, അവൻ വർദ്ധിച്ചു വരുവാൻ തുടങ്ങും. ലോകപ്രകാരം നമ്മൾ കൊടുക്കുമ്പോൾ അത് തീർന്നു പോകുമെന്നുള്ള പ്രിൻസിപ്പിളാണ്. എന്നാൽ ഹെവലി പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത് നമ്മൾ കൊടുക്കും തോറും വർദ്ധിക്കും. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി മാറും. എങ്ങനെ വിതയ്ക്കരുതെന്ന വചനം പറയുന്നത്, സങ്കടത്തോടെ വിതയ്ക്കരുത്, നിർബന്ധത്താൽ വിതയ്ക്കരുത്. എങ്ങനെ വിതയ്ക്കണമെന്ന് പറയുന്നത്, ധാരാളമായി കൊടുക്കുന്നവൻ ധാരാളമായി കൊയ്യും, സന്തോഷത്തോടെ വിതയ്ക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരാകുമെന്ന് വചനം പറഞ്ഞു. ഇന്ന് നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരാകാൻ പോകുകയാണ്. ഈ ഹെവലി പ്രിൻസിപ്പിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാട്ടെ. അതുമാത്രമല്ല, നിങ്ങൾ സൽപ്രവർത്തിയിൽ പെരുകി വരുമെന്ന് വചനം പറയുന്നു. നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി മാറും, നിങ്ങൾ സൽപ്രവർത്തിയിൽ പെരുകി വരും. വചനം പറഞ്ഞു, വിതയ്ക്കാൻ വിത്തു തരുന്നത് സ്വർഗീയ പിതാവാ. സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വിത്തു തരികയും ആ വിത്തിൻ്റെ വിളവിനെ നീതിയോടെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ സകലത്തിലും സമ്പന്നരാകുമെന്ന് വചനം പറയുന്നു. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം ഇതാ, നിങ്ങളുടെ വിത കൊണ്ട് തന്നെ നിങ്ങൾ സമ്പന്നരാകണം. നിങ്ങൾ കൊടുക്കുന്നതിലൂടെ നിങ്ങൾ സമ്പന്നരാകണം. നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക്, ദരിദ്രന്മാർക്ക്, പാവപ്പെട്ടവർക്ക്, സഭകൾക്ക് വിതയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സമ്പന്നരാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ മേൽ പകർന്ന കൃപാവരമായിക്കോട്ടെ, അത് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഹീലിംഗ് ഗിഫ്റ്റ് ആയിക്കോട്ടെ, പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് ആയിക്കോട്ടെ, പ്രാർത്ഥനയുടെ വരമായിക്കോട്ടെ, ദൈവം നിങ്ങൾക്ക് എന്താണോ നൽകിയിരിക്കുന്നത്, അത് സ്പിരിച്വൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾ പകരാൻ ആഗ്രഹിക്കുന്നത്, ആ ഹെവലി പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ പിതാവാം ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന്, പുത്രത്വത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഭൂമിയിൽ വിതയ്ക്കുമ്പോൾ സ്വർഗീയ പിതാവ് സ്വർഗീയ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു തരാൻ തുടങ്ങും. നിങ്ങൾ ഭൂമിയിൽ കൊടുക്കുമ്പോൾ സ്വർഗീയ പിതാവ് സ്വർഗീയമായിട്ടുള്ള നിറവിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു തരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ ബ്ലെസ്ഡ് ആകും. സ്വർഗീയ അനുഗ്രഹത്താൽ നിങ്ങളെ പിതാവ് അനുഗ്രഹിക്കട്ടെ. May God bless you.